ചേട്ടാ നമ്മള് ഇപ്പോ ഓരോ കുട്ടികളുടെയും ഓരോ ക്യൂട്ട്നെസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അവരുടെ മുന്നിലേക്ക് ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒരു വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് നമ്മൾ ഒരു ഫോൺ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഏറ്റവും എളുപ്പ മാർഗത്തിൽ അവരുടെ കോൺസെൻട്രേഷൻ അങ്ങോട്ടാക്കിയിട്ട് നമുക്ക് അവർക്ക് ഫുഡ് കഴിക്കാനും അവർ അഗ്രസീവ് ലെവൽ കുട്ടികളെന്ന് നമുക്കറിയാലോ, അവരെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു 4-5 വയസ്സ് തൊട്ട് പിന്നെ റീൽസുകളിലേക്ക് കിടക്കുകയാണ്. എന്നുവെച്ചാൽ അവരെ വെച്ച് റീൽസ് ചെയ്യുക, അത് അക്കൗണ്ടിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുക, ആ വഴി ഒരു ഫെയിം ആയിരിക്കുകയാണ്. ഈ എന്റർടൈൻമെന്റിന് അപ്പുറത്തേക്കും പലരും ഒരു ഫെയിമിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അത്തരത്തില് ചെയ്തു വരുന്നത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കണ്ട് ശീലിച്ചൊരു കാര്യം തന്നെയാണ്. പല കുട്ടികളും അല്ലെങ്കിൽ പലരും കൂടുതൽ ഫെയിം ആയിട്ടുള്ളതും ഈ ഒരു റീൽസിന്റെ പിൻബലത്തോടെ തന്നെയാണ്. അപ്പോൾ പുതിയ പഠനം അനുസരിച്ച് പറയുന്നത് ഈ കുട്ടികളെയൊക്കെ കാത്തിരിക്കുന്നത് റീൽ മാനിയ പോലെയുള്ള വലിയൊരു രോഗം തന്നെയാണെന്നാണ്. കാരണം കുറച്ചു നാളുകൂടെ കഴിയുമ്പോൾ ഈ കണ്ണടകൾ നിറഞ്ഞൊരു രോഗം എന്ന രീതിയിലേക്ക് ഇവരുടെ കാഴ്ചയെ നന്നായിട്ട് ഇത് ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു ജനറേഷനിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും ഒരു ടീനേജിനൊക്കെ ശേഷമാണ് ഈ ഒരു ഫോണൊക്കെ എന്ന് പറയുന്നത് കൂടുതൽ കൈകളിലേക്ക് എത്തും, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് സംബന്ധമായിരിക്കും കൂടുതൽ എടുക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പൊ ഈ പറയുന്ന ജനറേഷൻ കുട്ടികളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ വളരെ സുലഭമായി അവരുടെ ഒരു ബർത്തിന് ശേഷമുള്ള പല പീരീഡ് ഓഫ് ടൈം തൊട്ടും ഇതിങ്ങനെ കണ്ട് ഇങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കാത്തിരിക്കുന്നത് വൻ രോഗം തന്നെയാണ്. ഇപ്പോൾ അതിൽ പറഞ്ഞല്ലോ റീൽ മാനിയ. ഈ റീൽ മാനിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ കുട്ടികളിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ആ പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ മനസ്സിലാവണമെന്നില്ല. അതൊരെന്തോ കണ്ണിൻ്റെ ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്കായിരിക്കും ആളുകൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റി നമുക്ക് ആധികാരികമായി നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു കുഞ്ഞിനെ പരിപാലിക്കുമ്പോൾ അച്ഛനും അമ്മയുമെങ്കിലും ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു പഠനം നടത്തുന്നത് നല്ലതാണ്. കാരണം കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്ന് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബോഡിയിലേക്ക് ഈ എക്സ്റേ പോലുള്ള സാധനം, ഇപ്പം പിഞ്ചു കുഞ്ഞുങ്ങളെ എക്സ്റേ റൂമിൽ കയറ്റരുതെന്ന് പറയും, ഗർഭിണികളെ എക്സ്റേ റൂമിൽ കയറ്റരുതെന്ന് പറയും. എന്താ കാര്യം എന്നറിയോ? ഇവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന എക്സ്റേ വികിരണങ്ങൾ അല്ലെങ്കിൽ ആ കിരണങ്ങൾ അവരുടെ ബോഡിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. നോർമലി ഒരു വലിയ മനുഷ്യന് പോലും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ പോലും കുട്ടികളുടെ ചെറിയ ജനിച്ചു വീണ കുട്ടികൾ മുതൽ എന്തായാലും ഒരു 10-12 വയസ്സൊക്കെ ആവുന്നത് വരെ കുട്ടിയുടെ ബോഡി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കുന്ന ബോഡിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ ഒരു 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായം വളരെ സെൻസിറ്റീവാണ്. ഈ സ്കിന്ന്, അതുപോലെ തന്നെ എല്ല്, മജ്ജ, ഞരമ്പുകൾ, രക്തക്കുഴലുകൾ തുടങ്ങി കോശങ്ങൾ വരെ ആ സമയത്ത് വ്യക്തമായി ഉറച്ച് വരുന്നതേ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ജനിച്ച് വീഴുന്ന കുഞ്ഞിന് 2-മത്തെയോ 3-മത്തെയോ ദിവസം തൊട്ടിട്ട് കുഞ്ഞിനെ ഈ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കുഞ്ഞിനടുത്ത് മൊബൈൽ വെക്കുന്ന ആൾക്കാരുണ്ട്. ഈ മൊബൈൽ വെക്കുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള വികിരണങ്ങൾ കുഞ്ഞിനെ എത്രമാത്രം ദോഷകരമായി ബാധിക്കൂ എന്നുള്ള കൃത്യമായ പഠനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒന്ന്. രണ്ടാമത്തത്, ഈ കുഞ്ഞിനെ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ, ചെറിയ മക്കളുടെ കാര്യം മാത്രമല്ല, ഒരു LP UP പഠിക്കുന്ന കുട്ടികളുടെ കൂടെ കാര്യമാണ്, ഇവർക്ക് ഇത് കൊടുക്കുമ്പോൾ സ്ഥിരമായി ഇതിന് അഡിക്റ്റഡ് ആവുകയാണ് ചെറുപ്പം മുതലേ. ഈ റീലിന് അഡിക്റ്റഡ് ആവുന്ന സമയത്ത് ഫുൾ ടൈം റീൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഭൂരിഭാഗം ആളുകളും റീൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഫോൺ അഡിക്ഷൻ എന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ. അതൊരു മാനസിക രോഗമെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധന്മാരൊക്കെ പറയുന്നത്. ഫുൾ ടൈം ഫോൺ. ഇപ്പം എനിക്കൊക്കെ തോന്നുന്നത് ഞാനൊക്കെ അതിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ട് ഇപ്പം അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഗുരുതരമായി നമ്മുടെ ബ്രെയിനിനെ അത് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ എൻ്റെ കയ്യിലേക്ക് ഫോണുകൾ കിട്ടുമ്പോൾ ഞാനൊക്കെ അല്പം വലുതായതിനു ശേഷമാണ് ഈ ഫോണ് കിട്ടിയത്. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോണ് ചെറുപ്പം മുതലേ കിട്ടുമ്പോൾ ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തെ, നമ്മുടെ ബാലൻസിങ് സിസ്റ്റത്തെ, അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ പല ബ്രെയിൻ നമ്മുടെ ഈ ഛർദിയൊക്കെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, ഓർമ്മയെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നെർവാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. ഈ നെർവിന് സ്ട്രെയിന് വരുമ്പോൾ ബ്രെയിനിന് വല്ലാതെ സ്ട്രെയിൻ വരും. ബ്രെയിനിന് സ്ട്രെയിൻ വരുമ്പോൾ അത് നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിന് മുഴുവനായിട്ട് സ്ട്രെയിൻ വരും, മസിൽസിന് സ്ട്രെയിൻ വരും. ഇത് ദഹനത്തെ ബാധിക്കും. ഈ വേഗസ് നെർവ് എന്ന് പറയുന്ന ഒരു നെർവ് ഉണ്ട് നമ്മുടെ ബോഡിക്കകത്ത്, അതായത് വയറിനകത്ത് നമ്മുടെ ദഹന പ്രക്രിയകളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നെർവാണ് ഈ വേഗസ് നെർവ് എന്ന് പറയുന്നത്. വേഗസ് നെർവാണ് എനിക്ക് വിശക്കുന്നു എന്നുള്ള ഒരു ഒരു വിശക്കുന്നു എന്നുള്ള ഒരു കൃത്യമായ ഒരു സന്ദേശം ബ്രെയിനിൽ എത്തിക്കുകയും ആ ബ്രെയിന്
എനിക്ക് വേണ്ട പോഷകങ്ങൾ കിട്ടുന്നില്ല എന്ന് തോന്നിപ്പിക്കുമ്പോൾ ബ്രെയിന് ഉടനെ തന്നെ ഇവിടെ എന്താണ് ആസിഡ് ഉൽപ്പാദിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും തിരിച്ച് അവിടെ നിന്ന് ഈ വയർ ഫുള്ളായി എന്നുള്ള നിർദ്ദേശം ബ്രെയിനിലോട്ട് കൊടുക്കുകയും ബ്രെയിൻ ഉടനെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് നിർദ്ദേശം കൊടുത്ത് വയറൊന്ന് കമ്പിപ്പിക്കുന്ന ഒരു ഫില്ലായ ഒരു ഫീലിംഗ് നമുക്ക് തരുന്നതൊക്കെ ഈ വേഗസ് നെർവാണ്. ഈ വേഗസ് നെർവിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഛർദിയുടെ പിന്നെ എന്താണ് ഭാഗമൊക്കെ കിടക്കുന്നത്. അത് നമുക്ക് ഒരു പക്ഷേ വയറിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു തലയ്ക്കൊക്കെ പെരുപ്പ് അനുഭവപ്പെടും, ഉറങ്ങാൻ തോന്നും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് കുറേയധികം ഫോൺ യൂസ് ചെയ്താൽ തലയ്ക്കൊരു കനം, കണ്ണിനൊരു ഭാരം, കണ്ണിന് ഡ്രൈനസ്, ഛർദ്ദിക്കാൻ മറയുക ഒക്കെയുള്ള പ്രശ്നങ്ങൾ പല ആളുകൾക്കുണ്ട്. ഇത് കുഞ്ഞുങ്ങളിൽ വളരെ ഗുരുതരമായി ബാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച്, അതായത് ഒരു 18, 19, 23, 24 വയസ്സ് വരെ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ പൂർണ്ണമായ വളർച്ച എത്ര 23 വയസ്സാവും. അതിനിടയിൽ ഞരമ്പുകൾ വളരുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഫോൺ ഉപയോഗത്തിലൂടെ നെർവ് ഇൽനെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കാണ് പോവുക. ഒന്നുകിൽ ഞരമ്പിന് ബലം ഇല്ലാതാവുക, അല്ലെങ്കിൽ ഞരമ്പ് വേണ്ടത്ര വിധത്തിൽ വർക്കാവാതിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ കുറേ കാലം കഴിയുന്ന സമയത്ത് വേണ്ടത്രത്തിൽ IQ ലെവൽ ഇല്ലാതിരിക്കുക, വേണ്ട വിധത്തിൽ പഠിക്കാൻ പറ്റാതിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക, മൈഗ്രെയിൻ, അതുപോലെ തന്നെ ബാലൻസിങ് പ്രശ്നം, അതുപോലെ അപസ്മാരം തുടങ്ങിയിട്ടുള്ള പല കണ്ടീഷൻസിനും അടിമപ്പെടുക. ഇനി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഹൈ ലെവൽ ഡിപ്രഷൻ, സ്ട്രെസ്സ്, ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു കുഞ്ഞിനെ ബാധിക്കും. പിന്നെ കുഞ്ഞിന് വളരുമ്പം കൃത്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും, അതായത് സ്ട്രെസ്ഫുൾ അല്ലാതെ നല്ല രീതിയിൽ വളരേണ്ടതുണ്ട്. ആ വളർച്ചയെ ദോഷകരമായി ബാധിക്കും ഈ റീൽസ് മാനിയ എന്നാണ് പറയുന്നത്. ഇത് റീൽസ് മാനിയ മാത്രമല്ല, ഇപ്പോൾ ഈ ഫോണുമായി ബന്ധപ്പെട്ട് വരുന്ന പല രോഗങ്ങളെ പറ്റിയും ഇപ്പോൾ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഫോണ് തുടർച്ചയായി ഉപയോഗിക്കുന്ന ആളുകളിൽ ബ്രെയിനിൽ ട്യൂമർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഹെമറേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നേരത്തെ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ നമുക്കൊരു വീഡിയോ കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ല എങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡിൽ ആ ഒരു കണ്ടന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഒരു മടുപ്പില്ലാതെ പലരും കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. റീൽസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കാരണം അപ്പോൾ റീൽസിന്റെ ഒക്കെ കണ്ടന്റ് വളരെ കുറയ്ക്കുകയും എപ്പിസോഡുകളാക്കുകയും അതിന്റെയൊക്കെ പ്രധാന കാര്യം തന്നെയാണ് മനുഷ്യർക്ക് ആ ഒരു ക്ഷമയെന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ കുട്ടികളിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ ഈ ഒരു പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. നമുക്കൊരു കാര്യത്തിൽ ഏകാഗ്രമായി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ഷമ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ഇങ്ങനെ ഇവരുടെ മുമ്പിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടന്റ് കണ്ടു, അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് മറ്റൊരു കണ്ടന്റിലേക്കാണ് അടുത്ത റീൽ പോകുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമ്മൾ ഒരു കണ്ടന്റ് കണ്ട് ഓക്കെ അതിങ്ങനെയാണ് എന്ന് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഓക്കെ അപ്പൊ അതുമായിട്ട് ഡിഫറെന്റ് ആയിട്ട് അടുത്ത ഒരു സാഡ് ആയിരിക്കും വരുന്നത്. വീണ്ടും ബ്രെയിൻ അടുത്ത ഒരു രീതിയിലേക്ക് വീണ്ടും ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ആണല്ലോ ഈ റീൽസ്, ഇൻസ്റ്റഗ്രാം ഒക്കെ തരുന്നത്. അപ്പൊ ഇത് ഒരു പ്രായത്തിന് ശേഷമുള്ള ആൾക്കാർക്ക് മാനേജ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണെന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അതേപോലെ സ്ട്രെസ് ലെവൽ കൂടുതലായിട്ടും കുട്ടികൾ ദേഷ്യപ്പെടുന്നത് അവരുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും, അല്ലെങ്കിൽ ഈ ചൈൽഡ്ഹുഡിൽ തന്നെ അവരുടേതായിട്ട് സ്വയം ഈ പഠനം കുറച്ച്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെ പറയുന്ന കാര്യമില്ലേ, ഇത്രയധികം ഭാരം പഠനങ്ങൾ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ബാല്യമാണ്, ബാല്യത്തിൽ ബാല്യത്തിൻ്റെതായ എല്ലാം ആസ്വദിച്ച് വേണം അവർ വളരാനെന്നുള്ളതാണ് നമ്മുടെ സർക്കാർ ഉൾപ്പെടെയുള്ളത് പറയുന്നത്. ആ ഒരു സമയത്താണ് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ബാല്യത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങൾ, അല്ലെങ്കിൽ അത് അവർ ആസ്വദിക്കുന്നതിന് പകരം ഒരു വീടുകളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു റൂമിൽ ഈ വീടിന്റെ അകത്ത് നീ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ തരാമെന്ന രീതിയിലേക്ക് കുട്ടികളിലേക്ക് ഈ ഫോൺ എത്തിക്കുകയും ഈ ഒരു രീതിയിലേക്ക് റീൽ അഡിക്ഷൻ ഒന്നാമതായി പേരൻസ് തന്നെയാണ് പല വീടുകളിലും കുട്ടികളിലെ ചെറിയ കുട്ടികളിലെ ഈ LP സ്കൂൾ തൊട്ടുള്ള കുട്ടികളിലേക്ക് റീൽ അഡിക്ഷൻ കൊണ്ടെത്തിക്കുന്നത്. ഉറപ്പായിട്ടും വലിയ പങ്ക് വഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. ഒരു 18 വയസ്സിന് മുകളിലുള്ളവർ സ്വയമായിട്ട്, അല്ലെങ്കിൽ ഓക്കെ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം തൊട്ടുള്ള ആൾക്കാർ സ്വയമായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതെ, ഈ പുറത്തു പോയി കളിക്കുക. ഇപ്പം പല സൈക്കോളജിസ്റ്റുകളായിട്ട് സംസാരിക്കുമ്പം, ഞാൻ പല സൈക്കോളജിസ്റ്റുകളെ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, കുട്ടികളെ കളിക്കാൻ വിടുക. അവർ മണ്ണും മഴയും ഒക്കെ അറിഞ്ഞ് മണ്ണോടൊക്കെ എന്താണ് ഒരു ചേർന്നുകൊണ്ട് അവർ കളിക്കട്ടെ, ആസ്വദിച്ച് കളിക്കട്ടെ. അവർ മീൻ പിടിക്കാൻ പോകട്ടെ, നീന്താൻ പോകട്ടെ, ക്രിക്കറ്റ് കളിക്കട്ടെ, ക്യാരംസ് കളിക്കട്ടെ, ചെസ്സ് കളിക്കട്ടെ, ഇതൊക്കെയാണ് പറയുന്നത്. കാരണം അവർ ടൂറുകൾ പോകട്ടെ, യാത്രകൾ പോകട്ടെ, നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കട്ടെ, ഇതാണ് പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു തലമുറ, നമ്മുടെ ഒരു പാരൻറ്റിങ് സംവിധാനം എന്നത് കുട്ടികൾ വീടിനകത്തിരിക്കണം,
അവർ ഫുൾ ടൈം പഠിക്കണം, അവർ ഒരു ഒരു സിവിലിയൻ ലൈഫ് എന്ന് പറയുമല്ലോ, നമ്മൾ കുറച്ച് അപ്ഗ്രേഡിങ് ആയിട്ടുള്ള ലൈഫുണ്ട്. മറ്റുള്ളവരായിട്ടൊന്നും അധികം കൂട്ടുകൂടാതെ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് കൂട്ടുചേർന്ന് കൊണ്ടുപോകുന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ചെടുക്കുക, ഒരു കമ്മ്യൂണായി നിൽക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരെ വീട്ടിനുള്ളിൽ തന്നെ നിർത്താൻ ശ്രമിക്കും. എന്നിട്ട് ഫോൺ കൈ കൊടുക്കും. നീ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഫോൺ കൊടുക്കുക. എന്നിട്ട് പുറത്തേക്ക് പോയി കളിക്കാൻ പറ്റില്ല, പുറത്തു പോയി എന്തോ പ്രശ്നമാണ് എന്നുള്ള നിലയിലേക്ക് പോവുക. അങ്ങനെ മുരടിച്ചു പോകുന്ന ഒരു ബാല്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ബാല്യത്തിന് ഒന്നും താങ്ങാൻ പറ്റാത്തത്. എനിക്ക് എൻ്റെ മാനസിക സംതൃപ്തിയാണ് വലുത്, അല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ എടുക്കാൻ വയ്യ, എനിക്ക് സ്ട്രെസ്സ് താങ്ങാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഇട്ടേച്ച് പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനും അതിൻ്റെ കൂടി തന്നെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഈ ഐഫോണിൻ്റെ വിഷയം. ഐഫോൺ കിട്ടാത്തത് കൊണ്ട് തൻ്റെ മാതാപിതാക്കൾക്ക് അത് വാങ്ങിത്തരാൻ കെൽപ്പില്ല എന്ന് മനസ്സിലാക്കിയിട്ടും കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുക. ഇനി അതും അപ്പുറത്തേക്ക് എന്താണ്, ഈ തൻ്റെ കുട്ടികൾ കൂടെയുള്ള ആളുകൾക്ക് ഐഫോൺ ഉണ്ടായിരിക്കും, പക്ഷെ താൻ അധ്വാനിച്ചത് വാങ്ങണം എന്നുള്ളതല്ല, ഈ പാവപ്പെട്ട മാതാപിതാക്കൾ വാങ്ങണമെന്നാണ്. പറഞ്ഞ പോലെ മാനസിക രോഗങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ അത് മാനസിക രോഗം എന്ന് പറയുമ്പോൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ ഒരു സൈക്കാട്രിക് എന്നൊക്കെ പറയുന്നത് ഭ്രാന്താണെന്നാണ്. അതൊന്നുമല്ല. നമുക്ക് ഈ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ബ്രെയിൻ കറക്റ്റ് ആയിട്ട് അത് ചിന്തിപ്പിക്കാത്തതും ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ചിന്തകൾ വരാത്തതും തന്നെയാണ് ഈ ഒരു മാനസിക രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് വലിയൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ മാനസിക രോഗങ്ങൾ എന്താണ് എന്നുള്ളൊരു ചിന്ത, ഒരു തോട്ട് വരുമ്പോൾ ആളുകൾ എന്താ ചിന്തിക്കുക? ഭ്രാന്തൻ, അല്ലെങ്കിൽ അലമുറയിടുന്നയാൾ, ഇനി അതല്ലെങ്കിൽ വിച്ചുംബയും പറയുന്ന ആൾ. ഇതൊന്നുമല്ല. ഇതൊക്കെ എന്ന് പറയുന്നത് സൈക്കോസിന്റെ എക്സ്ട്രീം രോഗങ്ങളിൽ ചിലതാണ്. ഈ പറയുന്ന പോലെ എന്താണ്, സൈക്കോസിസിൽ തന്നെ പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ സ്കിസോഫ്രീനിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന ഡിസോർഡറിനെയാണ് നമ്മൾ ഈ മാനസിക രോഗമായിട്ട് കാണുന്നത് ഒന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാ മനുഷ്യന്മാർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായി ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, സത്യമാണ്. ആ ഒരു പ്രശ്നവും കൊണ്ട് മനുഷ്യൻ ജീവിതകാലം മുഴുവൻ നടക്കുകയാണ്. അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നത് ഒരുപാട് ആൾക്കാർക്കാണ്. നമ്മളിപ്പോൾ ഒരു ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് വന്നാൽ ഉടനെ ഡോക്ടറെ പോയി കാണിക്കും. ചെറിയൊരു വയറ് വേദന വന്നാൽ ഡോക്ടറെ പോയി കാണിക്കും. പക്ഷേ മാനസികമായ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ മടിക്കും. എന്താ മടിക്കുന്നത്? കാരണം അത് അയ്യോ മനസ്സിനൊരു പ്രശ്നമല്ലേ. ഇവൻ്റെയൊക്കെ മനസ്സിന് ഒരു പ്രശ്നവും വരാതിരിക്കാൻ ഈ പറയുന്ന പോലെ എന്താണ്, ഈ അത്ഭുത ജീവികളാണല്ലോ, ഭയങ്കര ഹൈ ഹീറോസ് ആണ് എന്നുള്ളതാണ് ധാരണ. എൻ്റെ മനസ്സിന് ഒരു പ്രശ്നവും വരത്തില്ല എന്നതാണ് ധാരണ. അങ്ങനെയൊന്നുമല്ല. പല പ്രശ്നങ്ങൾ കൊണ്ടും പല വിഷയങ്ങൾ കൊണ്ടും പല ആളുകൾക്കും പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളും പ്രശ്നങ്ങളും മൂഡ് സ്വിങ്സും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. അത് കേവലമായിട്ട് കാണുന്ന ഒരു ചെറിയ ഒരു പിണക്കമോ ചെറിയ സങ്കടമോ ഒന്നുമല്ല ഈ ഡിപ്രഷൻ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത്. പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒന്നാണ് ഈ ഫോൺ ഫോബിയ. അതായത് ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയം വരിക. ഫോൺ ഫോബിയ എന്ന് പറയുന്നത് ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോബിയ അല്ല. ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയം വരിക. ഫോൺ കിട്ടിയില്ലെങ്കിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാതിരിക്കുക. അങ്ങനെ കൊച്ചു കുട്ടികൾ ആ സമയത്ത് തന്നെ ആ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ അവരുടെ തലയിലേക്ക് പിന്നെ വേറെ ഒന്നും കയറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു യാന്ത്രിക ലോകത്തേക്ക് യന്ത്രങ്ങളെ പടച്ചു വിടുന്നത് പോലെ കുട്ടികളെ പടച്ചു വിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവും. മാത്രമല്ല ഗുരുതരമായ രോഗങ്ങൾ, കണ്ണിൻ്റെ ഗോക്ലോമ പോലുള്ള ഞരമ്പുകൾ തിക്നെസ് വന്നിട്ട് ഞരമ്പുകൾ രക്തം കട്ട പിടിച്ചിട്ട് പൊട്ടുന്ന രീതിയിലേക്കുള്ള കാഴ്ചകൾ അവസാനിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. ഇതൊക്കെ വളരെ ഗുരുതരമായ അസുഖങ്ങളുമാണ്. ഇത് തലമുറകൾ ശ്രദ്ധിച്ചാൽ, പാരൻസ് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്.